തകർത്തുകൊണ്ട് മേപ്പാടിയിലെ മുണ്ടക്കൈ ചൂരൽമല മേഖലയിലുണ്ടായിട്ടുള്ള ഉരുൾപൊട്ടലിൻ്റെ രക്ഷാപ്രവർത്തനം ഔദ്യോഗികമായി ഇപ്പോൾ ഈ രാത്രിയിലേക്ക് അവസാനിപ്പിച്ചിരിക്കുകയാണ്. നാളെ രാവിലെ 7 മണി മുതൽ വീണ്ടും രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കും എന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. ഈ രാത്രിയിൽ കേരളം ഉറങ്ങുന്നില്ല. വയനാടിനൊപ്പം കേരളം നിലനിൽക്കുകയാണ്. ഇപ്പോൾ റിപ്പോർട്ടിൻ്റെ കോർഡിനേറ്റിംഗ് എഡിറ്റർ സുജയ പാർവതി ദുരന്ത ഭൂമിയിൽ നിന്ന് തത്സമയം നമുക്കൊപ്പം ചേരുന്നുണ്ട്. സുജയ, നിരവധി ആളുകളെ കാണാനില്ല എന്നുള്ള സന്ദേശങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ഷഫീന എന്ന ഷബ്നയും 5 പേരെയും കാണാനില്ല എന്നുള്ളതാണ് മേപ്പാടിയിലെ ആശുപത്രിയിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. നാളെ ഇപ്പോൾ ഉണ്ടാവില്ല. ഒരു ചാർജുള്ള എക്യുപ്മെൻ്റായിട്ട് വരണം എല്ലാവരും. ബിനിൽ പോത്തൻ ബാബു, ഞാനിപ്പോൾ മേപ്പാടി ആശുപത്രിയിൽ തുടരുകയാണ്. ഞാനും VS രഞ്ജിത്ത് അടങ്ങുന്ന വാർത്താ സംഘം കുറച്ച് സമയമായി നമ്മളിവിടെ തുടരുമ്പോൾ ഒരുപാട് പേർ അവരുടെ കാണാതായ ബന്ധുക്കളെ ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവർക്ക് കൃത്യമായ ഒരു മറുപടി കിട്ടുന്നില്ല. അതായത് ഇപ്പോൾ പോത്തുകല്ലിലുള്ള, ഞാൻ ഷഫീനയിലേക്ക് വരാം, അതിനു മുൻപ് നമുക്ക് മറ്റൊരു വിവരത്തിലേക്ക് കൂടി, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് കൂടി നമുക്ക് പോകണം. അതായത് ബിനിൽ, പോത്തുകല്ലിൽ നിന്ന് കിട്ടിയ മൃതദേഹം, അത് 35 പേരുടെ മൃതദേഹമാണ് പോത്തുകല്ലിൽ നിന്ന് കിട്ടിയത്. അതിൽ ഒരാളെ തിരിച്ചറിഞ്ഞു. എന്നാൽ കുടുംബത്തിലെ ബാക്കിയുള്ളവരെ കാണാതായിട്ടുണ്ട്. അവർ എവിടെയാണെന്നറിയില്ല. അവരുടെ മൃതദേഹമാണോ പോത്തുകല്ലിലുള്ളതെന്നറിയില്ല. ഇവിടെ നടക്കുന്ന തെരച്ചിലിൽ സ്പോട്ടിൽ നിന്ന് മൃതദേഹം മേപ്പാടിയിലേക്ക് കൊണ്ടുവരുന്നു. അതുകൊണ്ട് മേപ്പാടിയിൽ തുടരേണ്ട ആവശ്യവുമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുമെന്നറിയാതെ കുഴങ്ങി നിൽക്കുകയാണ് പലരും. അത്തരത്തിൽ ഒരാളാണ് നമുക്കൊപ്പം ഉള്ളത്. ഇപ്പോൾ പോത്തുകല്ലിൽ കിട്ടിയ മൃതദേഹങ്ങളിൽ കുടുംബത്തിൽ ഉള്ള ആളുകൾ ഉണ്ടാകുമെന്നാണോ കരുതുന്നത്? ഉണ്ട്. ഒരു കുട്ടീനെ ഞങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരെ ഞങ്ങൾ ബന്ധപ്പെട്ടപ്പോൾ കൊണ്ടുവരാനുള്ള തീരുമാനമൊന്നും ആയിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ പോയി ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ 11 പേരും ഞങ്ങൾ അവിടെ നിന്ന് മരിച്ചു പോയതാണ്. ഇവിടെ 2 ആൾ ഇവിടെ കിട്ടി, ഇവിടെ മറവ് ചെയ്തു. ബാക്കി ഒരാൾ അവിടെ ഉണ്ട്. ബാക്കി അവിടെ ഉണ്ടോ? കുടുംബത്തിലെ 11 പേരാണ് ഈ ഉരുൾപൊട്ടലിൽ മരിച്ചത്. അതിൽ 2 പേരുടെ മൃതദേഹം ഇവിടെ മേപ്പാടിയിൽ കിട്ടി. ഒരു കുഞ്ഞിൻ്റെ മൃതദേഹമാണല്ലേ അവിടെ, ഒരു കുഞ്ഞിൻ്റെ മൃതദേഹം അവിടെ പോത്തുകല്ലിൽ കിട്ടിയതാണ്. അത് ഇപ്പോൾ നിലമ്പൂർ താലൂക്ക് ആശുപത്രിയിലാണുള്ളത്. ഇനിയും കണ്ടെത്താനുള്ള ആളുകൾ, അവർ 8 പേരെ കണ്ടെത്താനുണ്ട്. ആരൊക്കെയാണ് ചേട്ടൻ്റെ? എൻ്റെ പെങ്ങളെ മക്കളും അവരുടെ കുടുംബവും അടക്കം എല്ലാവരും 11 ആളുകൾ. പെങ്ങളെ മകളും അവരെ ഭർത്താവ്, 3 കുട്ടികൾ, അവരുടെ അനിയൻ്റെ ഭാര്യ, മകള്, അവരുടെ ഉപ്പ, ഉമ്മ എന്നൊരാൾ. ആ 2 വീട്ടിലുണ്ടായിരുന്ന ഒറ്റ വീട്ടിലാണ്? ഒരു വീട്ടിലുള്ള 11 ആളുകൾ ഒറ്റ വീട്ടിലായിരുന്നു. ഏറ്റവും വലിയ ഒരു ദുരന്തം നേരിട്ട ഒരു മനുഷ്യനാണ് നമ്മളോട് ഇത് വന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇക്കാര്യം സർക്കാർ സംവിധാനങ്ങൾ പരിഗണിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. സ്വന്തം വീട്ടിലെ 11 പേരെയാണ് നഷ്ടപ്പെട്ടത്. അതിൽ 8 പേരുടെ മൃതദേഹം അവിടെ ഉണ്ടോ? അതിൽ ഒരാളെ തിരിച്ചറിയാൻ പറ്റി. അവിടേക്ക് പോയി തിരിച്ചറിയാൻ പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് ഇവിടേക്ക് ആ മൃതദേഹം കൂടി കൊണ്ടുവരികയാണെങ്കിൽ ഇവിടെയുള്ള മറ്റാളുകൾക്കും അതുതന്നെയായിരിക്കും സൗകര്യമെന്നാണ് ഇവിടെ കൂടുന്ന ആളുകളൊക്കെ പറയുന്നത്. 35 മൃതദേഹം ഇപ്പോൾ നിലമ്പൂർ താലൂക്ക് ആശുപത്രിയിലുണ്ട്. അത് മേപ്പാടിയിലേക്ക് കൊണ്ടുവരികയോ അല്ലെങ്കിൽ വിംസ് ആശുപത്രിയിലേക്ക് മാറ്റുകയോ ചെയ്താൽ ഇവർക്ക് തിരിച്ചറിയുന്നതിന് ഒരു സൗകര്യമായിരിക്കും. ഇക്കാര്യം അധികൃതരോടൊക്കെ ഇടപെട്ടോ? അവിടുത്തെ DMOനോട് സംസാരിച്ചു. അവിടെ കൺട്രോൾ റൂമിൽ വിളിച്ചു. ഇവിടെ സിദ്ദീഖ് MLA പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതുവരെ ഒരു ക്ലാരിഫിക്കേഷൻ കൊണ്ട് വന്നിട്ടില്ല. നാടുകാണി അടച്ചിരിക്കുകയാണോ? പോകാൻ ബുദ്ധിമുട്ടല്ലേ? ഇതിൽ ബുദ്ധിമുട്ടൊന്നും അറിയില്ല. നമുക്ക് പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് അതുകൊണ്ട് ചേട്ടന് കൂടെ ആരുണ്ട്? കൂടെ ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇതും കൂടി കൊണ്ടുവരണം. ഈ 35 ആളുകൾ ഞങ്ങൾക്ക് പോകൽ കുറച്ച് ദുഷ്കരമാണ്. ഞങ്ങൾക്ക് അപ്പോൾ എന്തായാലും കൊണ്ടുവന്ന് ഞങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് ആംബുലൻസിൽ എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്തിക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ജെനുവിനായിട്ടുള്ള ആവശ്യമാണ്. കാരണം ഉറ്റവരെ നഷ്ടപ്പെട്ട മനുഷ്യരാണ്. അവരിനി അവിടെ പോയി തിരിച്ചറിഞ്ഞ് അവിടെ നിന്ന് മൃതദേഹം ഇവിടേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് എത്രത്തോളം അവർക്ക് ബുദ്ധിമുട്ടാണ്, പ്രായോഗികമായുള്ള ബുദ്ധിമുട്ട്, പിന്നെ അവരുടെ മാനസികാവസ്ഥ, അതൊക്കെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് എന്നതാണ് തോന്നുന്നത് ബിനിൽ. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് 35 പേരുടെ, അതിലിപ്പോൾ ഒരാളുടേത് തിരിച്ചറിഞ്ഞു, മറ്റു ചിലരുടേതും അവിടെ എത്തി ആളുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എങ്കിലും 30 പേരുടെയെങ്കിലും തിരിച്ചറിയാനുണ്ടാകും അല്ലേ രഞ്ജിത്ത്? ഇപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട മറ്റൊരു ആവശ്യം നാട്ടുകാർ പറയുന്നത്, ഈ അപകട സ്ഥലത്ത് നിന്ന് ഈ ആശുപത്രിയിലേക്ക് ആംബുലൻസുകളുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് മൃതദേഹം മാറ്റുന്ന ആംബുലൻസുകളില്ല. ഒരുപാട് സന്നദ്ധ സംഘടനകൾ ആംബുലൻസുമായി വഴിയിൽ, തമിഴ്നാട് സർക്കാരും ആംബുലൻസുകൾ എത്തിച്ചു. ആ ആംബുലൻസുകളെ അലോട്ട് ചെയ്യുന്നതിൽ കുറച്ച് ആംബുലൻസുകൾ ഈ ആശുപത്രിയിലേക്ക് കൂടി അലോട്ട് ചെയ്യണം. കാരണം ഇവിടെ നിന്ന് മൃതദേഹങ്ങൾ മാറ്റാൻ ഇപ്പോൾ ആംബുലൻസുകൾ കിട്ടാത്ത അവസ്ഥയുണ്ടെന്ന് വളണ്ടിയേഴ്സ് പറയുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ പല മൃതദേഹവും തിരിച്ചറിഞ്ഞതിന് ശേഷം ഇവിടെ അവർ ബന്ധുക്കൾ കാത്തിരിക്കുകയാണ്. അതെ, ബന്ധുക്കൾ ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. അവർക്ക് ഈ സ്ഥലത്തേക്കോ ഇനി പള്ളിയിലേക്ക് എവിടേക്കാണോ മാറ്റേണ്ടത് ആ മാറ്റാനുള്ള ആംബുലൻസുകൾ ഇവിടെ ഇല്ല. ഇപ്പോൾ അപകട സ്ഥലത്ത് നിന്ന് ആംബുലൻസുകൾ യഥേഷ്ടം വരുന്നുണ്ട്. അപ്പോൾ അവിടെ
ഇവിടുന്ന് ഇവിടെ വരുന്നുണ്ട്. ഇവിടെ വന്നിട്ട് താഴെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് താഴെ കമ്മ്യൂണിറ്റികളിലാണ് വെച്ചിട്ടുള്ളത്. അവിടേക്ക് കൊണ്ടുപോകാനാണ് ഇവർ കൊണ്ടുപോകാൻ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള ആളുകൾ ആംബുലൻസാണ് കിട്ടാത്തത്. അടക്കാൻ കൊണ്ടുപോകാനായിട്ട് ആംബുലൻസ് കൊണ്ടുപോകാനും ഇവിടുന്ന് താഴോട്ട് കമ്മ്യൂണിറ്റികളിലുണ്ട് മൃതദേഹങ്ങൾ, അവിടെ വെക്കാനുമാണ് ഇവർ പോകാത്തത്. ഇത് രണ്ടും അടിയന്തരമായി പരിഹരിക്കേണ്ട ആവശ്യങ്ങളാണ്. നമ്മൾ റിപ്പോർട്ടറിലൂടെ അധികൃതരോട് ഇക്കാര്യം ആവശ്യപ്പെടുകയാണ്. ഒരു ദുരന്തം അനുഭവിച്ചു നിൽക്കുന്ന മനുഷ്യരാണ്, അവരുടെ ഉറ്റവരാണ് പോയത്. അവർക്ക് ആവശ്യമായ സംവിധാനങ്ങൾ ഈ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ട്, ഈ ആംബുലൻസുകളൊക്കെ ഉണ്ട്. ഈ ആംബുലൻസുകൾ അവർക്ക് ഉപയോഗപ്പെടുന്ന രീതിയിൽ ക്രമീകരിക്കാൻ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറാകണം എന്നൊരു അപേക്ഷയാണ് നമുക്ക് റിപ്പോർട്ടറിലൂടെ മുന്നോട്ട് വയ്ക്കാനുള്ളത്. ഇദ്ദേഹത്തിൻ്റെ വീട്ടിലെ 11 പേരെയാണ്, ഒരു വീട്ടിലുണ്ടായിരുന്ന എല്ലാവരെയും നഷ്ടപ്പെട്ട ഒരു മനുഷ്യനാണ് ഇത് വന്ന് നിന്ന് നമ്മുടെ ചാനലിന് മുന്നിൽ വന്നതെന്ന് പറയുന്നത്. ബാക്കി എല്ലാ സംവിധാനങ്ങളിലും പോയി അദ്ദേഹം അവിടെ നിന്നൊന്നും നീതി കിട്ടാത്ത സാഹചര്യത്തിലാണ്. ഇതൊന്ന് എങ്ങനെയെങ്കിലും ഇക്കാര്യം ഒന്ന് അധികൃതർ ഇടപെട്ട് പരിഹരിക്കണമെന്ന അഭ്യർത്ഥനയുമായാണ് ആ മനുഷ്യൻ വന്ന് നിൽക്കുന്നത്. അത് അധികൃതർ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. MLAയും ബന്ധപ്പെട്ട സംവിധാനങ്ങളുമൊക്കെ അതിൽ ഇടപെടുമെന്ന് കരുതുന്നു. നോക്കൂ, ഇപ്പോൾ ഇവിടേക്ക് ആംബുലൻസുകൾ വരുന്നുണ്ട്, ആംബുലൻസുകൾ ഇവിടേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് ഇത് പേഷ്യൻ്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് ആണ്. ഇങ്ങനെയുള്ള ആംബുലൻസുകളിൽ അവിടെ നിന്നുള്ള മൃതദേഹം, ഇനിയിപ്പോൾ 15 പേരുടെ മൃതദേഹമാണ് സ്പോട്ടിൽ നിന്ന് എത്തിക്കാനുള്ളത്. ആ 15 മൃതദേഹവും ഇവിടേക്ക് കൊണ്ടുവരും. മേപ്പാടിയിലേക്കാണ് കൊണ്ടുവരുന്നത്. ആരൊക്കെയാണെന്ന് വ്യക്തമല്ല. ഇത്രയും നേരം മണ്ണിനടിയിൽ പൂണ്ടുകിടന്നിരുന്ന മൃതദേഹമാണ് കൊണ്ടുവരുന്നത്. ഒരുപക്ഷെ തിരിച്ചറിയാനും ബുദ്ധിമുട്ടായിരിക്കും അല്ലേ രഞ്ജിത്ത്? തീർച്ചയായിട്ടും ഇനിയിപ്പോൾ കൊണ്ടുവരുന്ന മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. കാരണം മണ്ണിനടിയിൽ പെട്ടുപോയ ആളുകളാണ്. നേരത്തെയൊക്കെ പുറത്തേക്ക് വന്ന ഈ മരത്തിന് മുകളിലൊക്കെ തങ്ങി നിന്നിരുന്ന ആളുകളെ കൊണ്ടുവന്നിരുന്നത്. ഇനിയിപ്പോൾ 2 തരത്തിൽ ആളുകളാണുള്ളത്. ഒന്ന് പോത്തുകല്ലിലൊക്കെ കണ്ടെടുത്തതുപോലെ ഒരുപാട് ദീർഘദൂരം കല്ലിനടിയിൽ പെട്ടു. ഇപ്പോൾ അതുപോലെ തന്നെ 99 പേരുടെ മൃതദേഹം വിംസിലും ഇവിടെയും ഒക്കെയായി കിട്ടി. പക്ഷേ അതിൽ 3 പേരുടെ ശരീരഭാഗം നമ്മൾ പറയുമ്പോൾ ഒരാളുടെ കാലാകാം, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അത് ആ രീതിയിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അവരുടെ ബാക്കി ശരീരഭാഗങ്ങൾ എവിടെയാണെന്നറിയില്ല. ബന്ധുക്കൾ വന്ന് നോക്കിയിട്ട് പോകുന്നു. ഇവിടെ ശരിക്കും നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. കാരണം ഇങ്ങനെയൊരു ദുരന്തം നമ്മുടെ നാട് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ആഘാതം, മാനസിക ആഘാതം വളരെ വലുതാണ്. കുടുംബത്തിലെ ഇപ്പോൾ നമ്മൾ കണ്ട ചേട്ടൻ്റെ പോലെ 11 പേരെ ഒന്നിച്ച് നഷ്ടപ്പെടുകയാണ്. ആ 11 പേരിൽ 8 പേരുടെ മൃതദേഹം ഇപ്പോഴും കിട്ടാത്തത്, അത് തനിക്കൊന്ന് നോക്കിയൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് അത് ഇവിടേക്കൊന്ന് എത്തിച്ചു തരുമോ എന്നാണ് അദ്ദേഹം അഭ്യർത്ഥിക്കുന്നത്. ഇവിടെ നിന്ന് കമ്മ്യൂണിറ്റി ഹാളിലേക്ക്, ഇവിടെ നിന്ന് തൊട്ട് താഴെയാണ് കമ്മ്യൂണിറ്റി ഹാൾ. നമ്മൾ ഈ നിൽക്കുന്ന ഇടത്ത് നിന്ന് കുറച്ച് അങ്ങോട്ടേക്ക് പോകണം. ഇവിടെ മുഴുവൻ ചെളി പുതഞ്ഞ് കിടക്കുകയാണ്. നമുക്കങ്ങനെ ചുവന്ന് കൊണ്ടുപോകാനൊന്നും സാധിക്കില്ല. അപ്പോൾ ഇവിടെ ഒരുക്കിയിരിക്കുന്ന ആംബുലൻസ് സംവിധാനങ്ങൾ നോക്കൂ, ഈ ചെളിയിലൂടെ നടന്നു വേണം നമ്മൾ അങ്ങോട്ടേക്ക് പോകാൻ. ഇതുപോലെ തന്നെയുള്ള വഴിയാണ്, അല്ലെങ്കിൽ ഇതുപോലെ തന്നെയുള്ള ഇടമാണ്. ഈ മഴയത്ത് മുഴുവൻ ചെളിയായി കിടക്കുകയാണ്. ഇവിടെ വരെ ആംബുലൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ രോഗികളെ കൊണ്ടുവരുന്നുണ്ട്, അതായത് ഗുരുതരാവസ്ഥയിലായ ആളുകളെ കൊണ്ടുവരുന്നുമൊക്കെയുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് താഴെയുള്ള കമ്മ്യൂണിറ്റി ഹാളിലേക്ക് ഈ മൃതദേഹം കൊണ്ടുപോകുന്നതിനാവശ്യമായ ഒരു ആംബുലൻസ് സൗകര്യം, അധികം ദൂരമൊന്നുമില്ല, അവിടേക്ക് കൊണ്ടുപോകുന്നതിന്, ഒപ്പം അവിടെ നിന്ന് കബറടക്കത്തിനും അല്ലെങ്കിൽ സംസ്കാരത്തിനും ഒക്കെ ആയിട്ട് കൊണ്ടുപോകുന്നതിനുള്ള സൗകര്യം, അതൊക്കെയാണ് അവർ ചെയ്തു തരാമെന്ന് ആവശ്യപ്പെടുന്നത് അല്ലേ രഞ്ജിത്ത്? ഈ യഥേഷ്ടം ആംബുലൻസുകൾ ഈ അപകട സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഈ ആംബുലൻസുകൾ ഇവിടെ ആശുപത്രിക്കകത്ത് 1-2 ആംബുലൻസുകൾ പൂർണ്ണസമയം സർവീസിന് വേണ്ടി നിർത്തിക്കൊടുത്താൽ ഇവിടെ നിന്ന് ഈ കമ്മ്യൂണിറ്റി ഹാളിലേക്ക് മാറ്റുന്നതിനും ഈ ഖബർസ്ഥാനിലേക്കും മറ്റും മാറ്റുന്നതിനൊക്കെ സൗകര്യം ഉണ്ടാവും. അത് പൂർണ്ണമായും അനുവദിക്കണം എന്നുള്ളതാണ് ആവശ്യം. അപ്പോൾ ഈ ആവശ്യം അടിയന്തരമായി പരിഹരിക്കേണ്ട ഒന്നുമാണ്. കാരണം ഉറ്റവരെ തിരിച്ചറിഞ്ഞ് ആ മൃതദേഹമൊക്കെ ചെളിയിലും മണ്ണിലും ഒക്കെ പുതഞ്ഞു കിടന്നവയാണ്. അവ ഇനിയും അവരെ അങ്ങനെ കിടത്തരുതേ, നമുക്ക് എത്രയും പെട്ടെന്ന് മറവ് ചെയ്യണം, അല്ലെങ്കിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ മനുഷ്യരൊക്കെ കാത്തു നിൽക്കുന്നത്. ഇപ്പോൾ പരിക്കേറ്റ ആളുകളെയൊക്കെ ഇവിടേക്ക് കൊണ്ടുവരുന്നുണ്ട്. പരിക്കേറ്റ ആളുകളെയൊക്കെ കൊണ്ടുവരുന്നതിൻ്റെയും ഒക്കെ ദൃശ്യങ്ങൾ നമുക്കിവിടെ കാണാൻ. നോക്കൂ, ഇവിടെ മുഴുവൻ ചെളിയാണ്. ഇതുപോലെയുള്ള ഒരു സാഹചര്യത്തിൽ വേണം അവരെയൊക്കെ കൊണ്ടുവരുന്നതിന്. ഒപ്പം പരിക്കേറ്റവരെ അവിടെ നിന്ന് രക്ഷിച്ച് കൊണ്ടുവരുന്നവരെ, ജീവൻ കയ്യിൽ പിടിച്ച് കാത്തിരുന്നവരെയൊക്കെ കൊണ്ടുവരികയും രക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബിനിൽ, ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഇപ്പോൾ ഈ രാത്രി വൈകിയും ആളുകളെ, അവിടെ കണ്ടെത്തിയ ആളുകളെ, രക്ഷാപ്രവർത്തനം അതായത് തെരച്ചിൽ അവിടെ അവസാനിക്കുമ്പോഴും ആ മൃതദേഹം ഇവിടെ എത്തിക്കണം. 15 പേരുടെ മൃതദേഹം അവിടെ സ്പോട്ടിൽ എന്ന് പറയുമ്പോൾ വഴി സൈഡിലൊന്നുമല്ല, പല ഇടങ്ങളിലായി കിടക്കുകയാണ്. അത് പലതും ചുമന്ന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം, വാഹനങ്ങളിലാക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത്രയും ബുദ്ധിമുട്ട് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. അതിനാവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും അത്യാവശ്യം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഈ ആംബുലൻസ് സംവിധാനം ഇവിടേക്ക് കൊണ്ടുവരുന്നതിനുണ്ട്. എന്നാൽ താഴെയുള്ള കമ്മ്യൂണിറ്റി ഹാളിലേക്ക്, ഒപ്പം ഇവരുടെ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനൊന്നും അത് ലഭ്യമാകാത്ത ബുദ്ധിമുട്ട് അവർക്ക് നേരിടുന്നുണ്ട്. അവിടെ നിന്ന് കിട്ടുന്ന മൃതദേഹങ്ങൾ
ഇതുപോലെ പേര് രേഖപ്പെടുത്തിയവ അത് തിരികെ എടുക്കുന്നതൊക്കെയാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇന്ന് രാവിലെ മുതൽ ഇതാണ് കാഴ്ച പിന്നിൽ. ഇത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ് നമ്മൾ. ഈ രക്ഷാപ്രവർത്തകരാകട്ടെ, ആശുപത്രിയിലുള്ള ആളുകളാകട്ടെ, വളണ്ടിയേഴ്സ് ആകട്ടെ, എല്ലാവരും ഊണും ഉറക്കവുമില്ലാതെ ഇതിന് പിന്നാലെ തന്നെ നിൽക്കുകയാണ്. അത്രയധികം മനുഷ്യരുടെ സ്വപ്നങ്ങളാണ് അവിടെ ഇല്ലാതായത്. പുലർച്ചെയുണ്ടായ ഉരുൾപൊട്ടൽ, അതിനുശേഷമുണ്ടായ അടുത്ത ഉരുൾപൊട്ടൽ. അതിൽ നമുക്ക് ഏറ്റവും വിഷമമുണ്ടാക്കുന്ന കാര്യം ഈ ചെളിയിലും മണ്ണിലുമൊക്കെ പുതഞ്ഞുപോയ കുഞ്ഞുങ്ങളാണ്.